മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അടിച്ചും ഇടിച്ചും ഒക്കെ സത്യം അറിയാൻ മേഘൻ ഒരുപാട് ശ്രമിച്ചുവെങ്കിലും ഒന്നും നടന്നില്ല. ഒടുക്കം നമ്മുടെ മേഘന് ആ ഗുണ്ട തന്നെ എഴുതി കൊടുക്കുന്നുണ്ട്, ഇതുപോലെ കണ്ണൻ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ള സത്യം. അതറിഞ്ഞ് മേഘൻ ആകെ ഷോക്കാകുന്നുവെങ്കിലും താൻ കണ്ട സ്വപ്നങ്ങൾ അങ്ങനെ വെറുതെ വിടാനായിട്ട് മേഘൻ ഉദ്ദേശിക്കുന്നില്ല. അതിനു വേണ്ടിയിട്ട് കണ്ണനെ കൊന്നിട്ടാണെങ്കിലും അവൻ്റെ സ്വത്തുക്കൾ നേടിയെടുക്കാൻ തീരുമാനിക്കുന്നു. കണ്ണൻ്റെ സ്വത്തുക്കൾ ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും എനിക്ക് മാത്രം അടങ്ങിയാൽ മതി എന്നൊക്കെ തീരുമാനിച്ചിട്ട് കണ്ണനെ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നു. അത്യാവശ്യമായിട്ട് തനിക്കൊന്ന് സംസാരിക്കണമെന്ന്. ആ വിവരം മഹാലക്ഷ്മിയോടും അനന്തുവിനോടും ലേഖയോടും വന്ന് കണ്ണൻ പറയുന്നു. അങ്ങനെ മേഘനെ കാണാൻ പോകുന്നെന്ന് പറയുമ്പോഴേ നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ അതിന് തടയിടുന്നുണ്ട്. വേണ്ട, അയാൾ മനുഷ്യനാണെന്ന് പറയാൻ പോലും പറ്റില്ല, ഒരു മൃഗത്തിന് തുല്യമാണ്. അതുകൊണ്ട് അയാൾ വിളിക്കുന്നിടത്തേക്ക് കണ്ണേട്ട ഒറ്റയ്ക്ക് പോകുന്നത് എനിക്ക് അത്രയ്ക്ക് വിശ്വാസമില്ലെന്നൊക്കെ പറയുമ്പോൾ അനന്തു പറയുന്നുണ്ട് ഞാനും കൂടെ വരാമെന്ന്. വേണ്ട, തന്നെ കാണാം അവിടെ വെച്ച് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശത്രുക്കളാണെന്നല്ലേ ഇതുവരെ കരുതിയിരിക്കുന്നത്. അത് നമ്മളായിട്ട് മാറ്റിമറിക്കുന്നില്ല. പിന്നെ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ വെച്ച് അവൻ എന്നെ എന്ത് ചെയ്യാനാ? മാത്രമല്ല മാർക്കോ അവൻ എന്തായാലും എൻ്റെ സംരക്ഷണത്തിന് കാണും എന്നൊക്കെ ഉള്ളൊരു ധൈര്യത്തിൻ്റെ പുറത്ത് മേഘനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട് നമ്മുടെ കണ്ണൻ. കണ്ണനെ കണ്ടതും നാടകമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന മട്ടിന് തന്നെ കണ്ണനോട് സംസാരിക്കുന്നു. തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ വെച്ച് എന്തായാലും കണ്ണനെ ഉപദ്രവിക്കാനോ കണ്ണനെ കൊലപ്പെടുത്താനോ ഒന്നും പറ്റില്ലെന്ന് മേഘന അറിയാവുന്നത് കൊണ്ട് തന്നെ ആ വാടക കൊലയാളികളുടെ കൂട്ടുകാരനോട് പറയുന്നുണ്ട്, തൽക്കാലം ഞാൻ അവനെ കൂട്ടി ഇവിടുന്ന് പോവുക, ഇവിടെ വെച്ച് എൻ്റെ പ്ലാനൊന്നും നടക്കില്ല. ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ നേട്ടം ഉറപ്പായിട്ടും നിനക്കും നിൻ്റെ കൂട്ടുകാരനും കാണും. ഇതിൽ ഇരട്ടി പൈസ ഞാൻ തരും എന്നൊക്കെ വാക്ക് പറഞ്ഞിട്ട് കണ്ണനോട് സംസാരിക്കാൻ പോകുന്നുണ്ട്. കണ്ണൻ ചോദിക്കുന്നു, എന്താ കാണണമെന്ന് പറഞ്ഞത്? അത് ഇവിടെ വെച്ച് പറയാൻ പറ്റിയ ഒരു വിഷയമല്ല, നമുക്ക് പുറത്തെവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യാം. അതിന് നിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞോ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ എപ്പോഴേ കഴിഞ്ഞ്, എനിക്കിപ്പം മനസ്സിന് എന്തെന്നില്ലാത്തൊരു ബല. എന്തായാലും എനിക്ക് പുറത്ത് വെച്ച് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നമുക്ക് ഒരുമിച്ച് തന്നെ പോകാം എന്ന് പറഞ്ഞ് കണ്ണനെയും കൂട്ടി പോകാൻ ഒരുങ്ങുന്ന സമയത്ത് സാഗറാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, കണ്ണ സാർ എങ്ങോട്ടേക്കാ? മേഘൻ എന്തൊക്കെയോ കാര്യങ്ങൾ എന്നോട് സംസാരിക്കാനുണ്ട്, പുറത്ത് വെച്ച് സംസാരിക്കാൻ വേണ്ടി പോകുക എന്ന് പറയുമ്പോൾ സാഗർ പറയുന്നു, അതിനെന്താ പുറത്തു പോകുന്നത്, ഇവിടെയെങ്ങാനും വെച്ച് സംസാരിച്ചാൽ പോരെ, സാർ ഒറ്റയ്ക്ക് പോകണ്ട, അല്ലെങ്കിൽ ഡ്രൈവറായിട്ടുള്ള ഈ ചേട്ടനും കൂടെ വന്നോട്ടെ എന്നൊക്കെ പറയുമ്പോൾ മേഘൻ പറയുന്നു, അതിനെന്തിനാ മറ്റൊരു ഡ്രൈവർ, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലേ, നീ എൻ്റെ കൂടെ ധൈര്യമായിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് കണ്ണനെയും കൂട്ടി പോകുന്നു. അപ്പോൾ സാഗറിനാണെങ്കിൽ എന്തെന്നില്ലാത്തൊരു പന്തികേട് തോന്നി. നമ്മുടെ മഞ്ജുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു, ഇതുപോലെ കണ്ണൻ സാറിനെയും കൂട്ടി മേഘൻ പോയിട്ടുണ്ട്, ഡ്രൈവറെ പോലും കൂട്ടിയിട്ടില്ല, ഒറ്റയ്ക്ക് അയാൾ കൂട്ടിക്കൊണ്ട് പോയപ്പം എന്തെന്നില്ലാത്ത ഒരു പേടി എനിക്ക് തോന്നുന്നു. മാത്രമല്ല ഡ്രൈവർ ചേട്ടൻ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് അയാളെ വിശ്വസിക്കാൻ പറ്റില്ല, അയാൾ എന്തൊക്കെയോ മനസ്സിലാക്കിയിട്ട് ഇനി ചതിക്കാനാണോ കൂട്ടിക്കൊണ്ട് പോയെന്ന് അയാൾക്ക് പോലും സംശയം തോന്നുന്നു. എന്തായാലും സാഗരേട്ടൻ മാർക്കോ ചേട്ടനെ വിളിച്ച് കാര്യങ്ങൾ പറയണം, ഞാൻ എന്തായാലും മഹാലക്ഷ്മി ഏട്ടത്തെ കണ്ട് കാര്യങ്ങൾ പറയാം എന്നും പറഞ്ഞ് മഞ്ജു ആണെങ്കിൽ അനന്തുവിൻ്റെ ലേഖയുടെയും വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അനന്തുവിനെ കണ്ട് മഹാലക്ഷ്മി ഏട്ടത്തി എന്തെന്ന് ചോദിക്കുമ്പോൾ അകത്തുണ്ട്. എന്താ മഞ്ജു, നിനക്കൊരു പേടി പോലെ? ഒന്നുമില്ല, ഞാൻ അകത്ത് വന്ന് പറയാമെന്ന് പറഞ്ഞ് മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്. ഇതുപോലെ മേഘൻ ഒറ്റയ്ക്ക് കണ്ണ സാറിനെയും കൂട്ടി തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ നിന്ന് പോയെന്നാ പറഞ്ഞത്, എനിക്കെന്തോ ഒരു പേടി. അയ്യോ കണ്ണേട്ട, ഒരിക്കലും ആ ദുഷ്ടനോടൊപ്പം ഒറ്റയ്ക്ക് പോകാൻ പാടില്ലായിരുന്നു. ഒരുപാട് തവണ എന്നെയും കണ്ണേട്ടനെയും കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ദുഷ്ടനാ. അയാളോടൊപ്പം ഒറ്റയ്ക്ക് പോയ കണ്ണേട്ടന് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ, അയാൾ എന്തെങ്കിലും അറിഞ്ഞു വെച്ചിട്ടായിരിക്കുമോ കണ്ണേട്ടനെ കൂട്ടിക്കൊണ്ടുപോയേ എന്നൊക്കെ പറഞ്ഞ് നെഞ്ചു പൊട്ടി കരയുന്നുണ്ട്. എന്തായാലും മാർക്കോ വിവരം അറിഞ്ഞതുകൊണ്ട് തന്നെ മാർക്കോ കണ്ണൻ്റെയും അതുപോലെ മേഘൻ്റെയും പിന്നാലെ തന്നെയുണ്ട്. എന്തായാലും നമ്മുടെ മേഘൻ്റെ പെരുമാറ്റത്തിൽ നിന്നും കണ്ണനും എന്തെന്നില്ലാത്ത ചില സംശയങ്ങളൊക്കെ തോന്നുന്നു. അതേസമയം മേഘനാണെങ്കിൽ മനസ്സ് വിചാരിക്കുന്നു, എന്നെ ചതിച്ച് ഭാര്യയും ഭർത്താവും കൂടി സുഖിച്ച് ജീവിക്കാമെന്ന് കരുതിയല്ലേ, നിന്റെ നാടകം മറ്റുള്ളവരെ പറഞ്ഞു പറ്റിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ എൻ്റെ മുമ്പിൽ അത് വിലപ്പോകില്ല. ഒരിക്കൽ നീയും അവൾ കൂടി ചേർന്നെന്നെ നാടകം കളിച്ച് പറ്റിച്ചതാ, അതുപോലെ ഒരു അബദ്ധം എനിക്കൊരിക്കലും ഉണ്ടാകില്ല. ഇപ്പോൾ ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്, അല്പസമയത്തിനുള്ളിൽ നീ അങ്ങ് പരലോകത്തേക്ക് പോകും, നിൻ്റെ സ്വത്തുക്കൾ നോക്കി നടത്താൻ ഇനി ഞാനുണ്ടടാ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലിങ്ങനെ സന്തോഷിച്ചുകൊണ്ട് കണ്ണനെയും കൂട്ടി പോകുന്നു. ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് വണ്ടി നിർത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. കണ്ണനാണെങ്കിൽ ഒരല്പം പതർച്ചയോടെ വണ്ടിയിൽ തന്നെ ഇരിക്കുന്നു. എന്തായാലും ഡിക്കി തുറന്ന് എന്തോ ഒരു ആയുധം മേഘൻ എടുക്കുന്നതും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്.
എന്തായാലും മേഘൻ്റെ കൈക്കരുത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള ആവത് ഇപ്പം നമ്മുടെ കണ്ണനും ഉണ്ട്. മാർക്കോയോ അനന്തുവോ ആരും സംരക്ഷിക്കാൻ വന്നില്ലേലും തന്നെ ആക്രമിക്കാൻ വരുന്നവരെ ചെറുത്തു നിൽക്കാനുള്ള ആരോഗ്യവും ആവതും ഒക്കെ ഇപ്പം കണ്ണനും ആയിട്ടുണ്ടെന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ മേഘന് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലായിട്ടില്ലല്ലോ. എപ്പോഴും വീൽ ചെയറിൽ ഇരിക്കുന്നതല്ലേ കണ്ടിട്ടുള്ളൂ. മേഘൻ ആക്രമിക്കാൻ വന്നാൽ തന്നെ കണ്ണൻ എന്തായാലും അത് ചേർത്ത് നിൽക്കും. അപകടത്തിൽ മേഘന് മിക്കവാറും പരിക്ക് പറ്റി ഹോസ്പിറ്റലിലേക്ക് ആകാനാണ് സാധ്യത. എന്തായാലും അധികം താമസിക്കാതെ കണ്ണൻ്റെ മാറ്റം എല്ലാവരും തിരിച്ചറിയും. മഹാലക്ഷ്മിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്നുള്ള സത്യം അധികം താമസിക്കാതെ ശത്രുക്കൾ മനസ്സിലാക്കി. ഇനി ആ ശത്രുക്കളെയെല്ലാം വീട്ടിൽ നിന്ന് അടിച്ചിറക്കി കണ്ണനും മഹാലക്ഷ്മിയും അവിടെ സന്തോഷത്തോടെ താമസിക്കുകയും പുറത്തുനിന്ന് കണ്ണൻ്റെ സ്വത്തുക്കളൊന്നും കിട്ടിയില്ല, അവർ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ട് മഹാലക്ഷ്മി കണ്ണേട്ടൻ്റെ കുഞ്ഞിനെ അല്ലാതെ മറ്റാരുടെയോ കുഞ്ഞിനെ ഗർഭം ധരിച്ചു എന്ന് ഉണ്ണി വന്ന് പറഞ്ഞതും പ്രകാരം ഇറങ്ങി പുറപ്പെട്ടത് ആലോചിച്ച് വീണ്ടും തനിക്ക് അബദ്ധം പറ്റിയോ, എടുത്തുചാട്ടമായി പോയ ഉണ്ണിയുടെ പിന്നാലെ കമലേശ്വരം തറവാട്ടിലേക്ക് വന്നത് എന്നാലോചിച്ച് വിഷമിക്കുന്ന കരുണയെ അധികം താമസിക്കാതെ കാണാനാകും. കാത്തിരിക്കാം ആ നിമിഷത്തിനായിട്ട്.